ഈ ഗവൺമെൻറ്റിന് ഞങ്ങളെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, നിയമസഭയ്ക്കകത്തും പുറത്തും, എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുൻഗണന? സർക്കാരിൻ്റെ മുൻഗണന എന്താണ്? ഇന്നലെ PSC മെമ്പർമാർക്കും ചെയർമാനും എത്ര വർധനവാണ് ശമ്പളത്തിൽ കൊടുത്തത്? അതാണോ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി? പാവപ്പെട്ട ആശാ വർക്കർമാർ 12-14 മണിക്കൂർ ഒരു ദിവസം ജോലി ചെയ്യുന്നവർ 7000 രൂപയാണ് അവരുടെ ഓണറേറിയം. അതൊന്ന് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട്, അവരുടെ കുടിശ്ശിക കൊടുക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്നവരെ പരിഹസിക്കുന്ന മന്ത്രിമാരുള്ള ഈ മന്ത്രിസഭയാണ് ഇന്നലെ ലക്ഷക്കണക്കിന് രൂപ PSC ചെയർമാൻ, അത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്, സ്വന്തം പാർട്ടിക്കാരാണ്, ആ പാർട്ടിക്കാർക്ക് എത്രമാത്രം വർധനവാണ് കൊടുത്തിരിക്കുന്നത്? അവരുടെ ഈ ഇതിനു മുമ്പുള്ള റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ മുൻകാല പ്രാബല്യത്തോടു കൂടി അവർക്ക് ശമ്പളം കൊടുക്കുക. എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി ചിലവാകുന്നത്? പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള പദ്ധതികൾ മുഴുവൻ വെട്ടിക്കുറയ്ക്കുക, കുട്ടികളുടെ ഗ്രാൻസ് കൊടുക്കാതിരിക്കുക, സ്റ്റൈപ്പൻഡ് കൊടുക്കാതിരിക്കുക, ഹോസ്റ്റൽ ഫീസ് കൊടുക്കാതിരിക്കുക. ഹോസ്റ്റൽ ഫീസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അപമാനിക്കപ്പെടുകയാണ് ഈ സംസ്ഥാനത്ത്, കൃത്യസമയത്ത് കൊടുക്കാത്തതുകൊണ്ട്. അതൊന്നും കൊടുക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പോഴും 3 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാക്കിയുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ തളർന്നു കിടക്കുന്ന ആളുകളെ ചികിത്സിക്കുന്ന പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതി വഴി കിടക്കുകയാണ്. ഇവിടെ കാരുണ്യ പദ്ധതിക്ക് കൊടുക്കാൻ കോടികളാണുള്ളത്. മാവേലി സ്റ്റോറിൽ സാധനം വാങ്ങാൻ സബ്സിഡി റേറ്റിൽ ഐറ്റത്തിന് കൊടുക്കാൻ പണമില്ല. എന്നിട്ട് PSC മെമ്പർമാരുടെ ശമ്പളം എത്രയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്? ഗവൺമെൻറ് പരിഹസിക്കുകയാണ് ജനങ്ങളെ. സ്വന്തം ആളുകൾക്ക് വേണ്ടി എന്തും ചെയ്യും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറഞ്ഞ് ജനങ്ങളെ നോക്കി പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഇത് ശരിയല്ല. ഈ വർദ്ധിപ്പിച്ച അവരുടെ വേതനം പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.